നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി 2025 ആഗസ്റ്റ് 28 വ്യാഴാഴ്ചയാണ്. ആദിപരാശക്തിയുടെ സേനാനായകിയായ വാരാഹ രൂപം പൂണ്ട ഈ ഭഗവതിയെ വാരാഹി ദേവി എന്നറിയപ്പെടുന്നു. സപ്തമാതാക്കളിലെ 5ാമത്തെ ഭഗവതിയായ വാരാഹി ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് പഞ്ചമി. ഈ ദിവസം വാരാഹി പഞ്ചമി എന്ന് പൊതുവിൽ അറിയപ്പെടുന്നു. ഈ ഭഗവതി പഞ്ചമി, ദണ്ഡനാഥ, പോത്രിണി, വാർത്താളി, സമയേശ്വരി, അരിഗ്നി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡന, താന്ത്രിക ലക്ഷ്മി, വാരാഹി ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, പാതിര പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങി അനേകം പേരുകൾ അറിയപ്പെടുന്നു. കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ ഭക്തർക്ക് അതിവേഗ അനുഗ്രഹം ചൊരിയുന്ന വാരാഹി ദേവി കടങ്ങളും കഷ്ടതകളും 5 വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചമി ദേവിയായത്. ഐശ്വര്യം, വിജയം, സമ്പത്ത് ഇവയുടെ മൂർത്തിമ രൂപമാണ് വാരാഹി ദേവി. 2 പക്ഷത്തിലെയും പഞ്ചമി തിഥികളാണ്. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതിയെ ത്രിപുരസുന്ദരിയുടെ സേനാനായകിയായിട്ടും വാരാഹ രൂപം പൂണ്ട മഹാകാളിയായും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായും ഇഷ്ടവരദായിനിയായും ഭൂമിയുടെ അധിപതിയായും ദുരിതങ്ങൾ സ്തംഭിപ്പിക്കുന്നവളായും ക്ഷിപ്രപ്രസാദിയായും ആരാധിക്കപ്പെടുന്നു. വെറുതെ ശ്രീ വരാഹി ദേവിയുടെ പേരെന്ന് പറഞ്ഞാൽ മതി, ആ ക്ഷണത്തിൽ തന്നെ ഭയം മാറും. ദുഃഖവും സങ്കടവും ചപലതയും ഒഴിയും. ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത സാധാരണ ഭക്തർക്ക് 12 നാമങ്ങളാൽ അമ്മയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് രാത്രി 7 മുതൽ 9 വരെ. എല്ലാ ദിവസവും ഈ സമയം തന്നെ ഉപവാസിക്കണം. തന്നിഷ്ടം പോലെ സമയക്രമം മാറ്റരുത്. അതിവേഗത്തിൽ പ്രസാദിക്കുന്ന വാരാഹി ദേവിയുടെ 12 നാമങ്ങൾ ശ്രീ ലളിതോപാഖ്യാനം 11ാം അധ്യായത്തിലാണുള്ളത്. വാരാഹി നാമവും സ്തോത്രവും ഈ ഓരോ നാമവും കൊണ്ട് ആരംഭിക്കുന്ന 12 ശ്ലോകങ്ങളാണ് ശ്രീ വാരാഹി സ്തോത്രം. ഇത് എന്നും രാത്രി ഒരേ സമയത്ത് പതിവായി ജപിക്കുന്നത് ഭക്തർക്ക് ചുറ്റും ഒരു വജ്ര പഞ്ചാക്ഷരം പോലെ അഭേദ്യമായ ഒരു കവചം ദേവി ഒരുക്കും. ദേവി പ്രധാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 2 പക്ഷത്തിലെയും പഞ്ചമിക്ക് ഇത് ജപിച്ചാൽ അതിവേഗ ഫലം കിട്ടുമെന്ന് പറയുന്നു. വാരാഹി പഞ്ചമി ദിവസമായ നാളെ എല്ലാവരും വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാനായി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.